അറേബ്യയിലുണ്ടായിരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന് രണ്ട് സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസമുള്ളവരായിരുന്നു അവർ. അതല്ല, സൃഷ്ടാവിനെ തന്നെ നിഷേധിക്കുന്നവരായിരുന്നു അറബിയിലുണ്ടായിരുന്ന ആളുകൾ. അറബികളുടെ വിശ്വാസം എന്തായിരുന്നു എന്ന്, അറേബ്യൻ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് കൃത്യമായി പഠിക്കാത്ത കാലത്തോളം നമ്മുടെ തൗഹീദീപരമായിട്ടുള്ള നിലപാട് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരായിരുന്നോ അറബികൾ, അറേബ്യയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ? അങ്ങനെ ആയിരുന്നു എന്നാണ് കേരളത്തിൽ എഴുതപ്പെട്ട ചില പ്രത്യേകമായ ഗ്രന്ഥങ്ങളിൽ, ചില പ്രത്യേകമായ മലയാള പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നില്ല എന്നാണ് അവരുടെ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെറ്റിദ്ധരിക്കപ്പെട്ട തൗഹീദ് എന്ന വിഷയത്തിൽ കേരളത്തിലെ ആ വിഭാഗത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ട തൗഹീദ് എന്ന വിഷയത്തിൽ. ആ ഗ്രന്ഥത്തിൽ അയാൾ വിശദീകരിക്കുന്നത്, മക്കയിലുണ്ടായിരുന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം, മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം നാവുകൊണ്ട് പറയും എന്നതല്ലാതെ ഇക്കാര്യത്തിൽ അവർക്ക് യഥാർത്ഥ വിശ്വാസമുണ്ടായിരുന്നു എന്ന് ഒരു ഖുർആൻ സൂക്തം പോലും വ്യക്തമാക്കുന്നില്ല. അറേബ്യയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ നാവുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്ന് പറയുമെന്നുള്ളതല്ലാതെ അതിലവർക്ക് യഥാർത്ഥ വിശ്വാസമുണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന കാര്യത്തിൽ അവർക്ക് യഥാർത്ഥ വിശ്വാസമുണ്ടായിരുന്നു എന്നതിന് ഖുർആനിലെ ഒരു സൂക്തം പോലും തെളിവായി ഉദ്ധരിക്കാൻ സാധ്യമല്ല എന്നാണ് ആ ഒരു ഗ്രന്ഥത്തിൽ ആ ലേഖകൻ എഴുതി വിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത്, അറേബ്യയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേര് പോലും അബ്ദുള്ള എന്നായിരുന്നു എന്നും, അബ്ദുള്ള എന്നതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ദാസൻ എന്നാണ് എന്നും അറിയാത്തവരായി നമുക്കിടയിൽ ആരും ഉണ്ടാവില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ എങ്ങനെ അബ്ദുള്ള എന്ന പേര് വിളിക്കും? അള്ളാഹുവിന്റെ അടിയാൻ എന്നാണ് അബ്ദുള്ള എന്നതിന്റെ അർത്ഥം. അറേബ്യൻ മുശ്രിക്കീങ്ങൾ പരസ്പരം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടായിരുന്ന ഒരു വാചകം ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഹയ്യാക്കുമുള്ള എന്നാണ് അവർ പറയാറുണ്ടായിരുന്നത്. അതൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ്? അറേബ്യയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് അവർ അംഗീകരിച്ചിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. യൂനുസിലെ 31-ാമത്തെ വചനം അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു. ഖുൽ മൻ യർസുഖുകും മിനസ്സമാഇ വൽ അർളി. നബിയെ അവരോട് ചോദിച്ചു നോക്കുക, മക്കയിലുള്ള മുശ്രിക്കീങ്ങളോട് ചോദിച്ചു നോക്കാൻ വേണ്ടി അള്ളാഹു അവരോട് കൽപ്പിക്കുകയാണ്, അവന്റെ പ്രവാചകനോട്. മൻ യർസുഖുകും മിനസ്സമാഇ വൽ അർളി, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കുള്ള റിസ്ഖ്, നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത് ആരാണ് എന്ന് അവരോട് ചോദിച്ചു നോക്കുക. അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ, ആരാണ് കേൾവിയും കാഴ്ചകളും അധീനമാക്കി തരുന്നത്, ഉടമപ്പെടുത്തിയിരിക്കുന്നത് എന്നവരോട് ചോദിച്ചു നോക്കുക.
വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി, ആരാണ് നിർജീവമായതിൽ നിന്നും ജീവനുള്ളതിനെ, യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, നിർജീവമായതിൽ നിന്നും ജീവനുള്ളതിനെയും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് എന്നവരോട് ചോദിക്കുക. വമൻ യുദബ്ബിറുൽ അംറ, ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഇതെല്ലാം അവരോട് ചോദിച്ചു നോക്കുക പ്രവാചകരെ. ഇതെല്ലാം മക്കയിലുള്ള മുശ്രിക്കീങ്ങളോട് ചോദിക്കുന്നതിനു വേണ്ടി അള്ളാഹു അവന്റെ പ്രവാചകനോട് കൽപ്പിക്കുകയാണ്. ഫസയഖൂലുന്നല്ലാഹ്, അവരതിനുള്ള മറുപടിയായി കൊണ്ട് പറയുന്നു, അതെല്ലാം ചെയ്യുന്നത് അള്ളാഹു തന്നെയാണ്. ഞങ്ങൾക്ക് റിസ്ക് നൽകുന്നത് അത് അള്ളാഹുവാണ്. കേൾവിയും കാഴ്ചയും അധീനമാക്കി തരുന്നത്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ, ജീവനില്ലാത്തതിൽ നിന്നും ജീവനുള്ളതിനെ, ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അള്ളാഹുവാണ് എന്ന് അംഗീകരിച്ചിരുന്നു. ഫസയഖൂലൂനല്ലാഹ്, അള്ളാഹുവാണെന്ന് അവർ പറയുമായിരുന്നു, അതവർ പ്രഖ്യാപിക്കുമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഇത് മാത്രമല്ല, സൂറത്തു സുഖ്റുഫിലൂടെ അള്ളാഹു വ്യക്തമാക്കി, വലയിൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്, പ്രവാചകരെ അവരോട് ചോദിച്ചു നോക്കുക, ആരാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്? അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അവര് പറയുന്നു അള്ളാഹു തന്നെയാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. അള്ളാഹുവാണ് അവരുടെ സൃഷ്ടാക്കൾ എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിരുന്നു. വീണ്ടും ഖുർആൻ അവരോട് ആവശ്യപ്പെടുകയാണ്, വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, പ്രവാചകരെ അവരോട് ചോദിച്ചു നോക്കുക, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നത്? ലയഖൂലുന്ന, തീർച്ചയായും അവർ പറയുന്ന മറുപടി ഖലഖഹുന്നൽ അസീസുൽ അലീം, ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതാപശാലിയും എല്ലാം അറിയുന്നവനുമാണ്, അസീസും അലീമുമാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നവർ മറുപടി പറയും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകളിലൂടെ അൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ 84 മുതൽ 86 വരെയുള്ള വചനങ്ങളിലൂടെ ഈ കാര്യം അല്ലാഹു വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ വിശ്വാസമെന്ന് അല്ലാഹു അവന്റെ പ്രവാചകനോട് ആവശ്യപ്പെടുന്നു. ഖുൽ, പ്രവാചകരെ ചോദിച്ചേക്കുക, ലിമനിൽ അർളു വമൻ ഫീഹാ, ആർക്കാണ് ഭൂമി, ഈ ഭൂമിയിലുള്ളത് മുഴുവനും ആർക്കാണ് എന്നവരോട് ചോദിക്കുക. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ആരാണെന്ന് അവർ പറയട്ടെ. ആർക്കാണ് ഈ ഭൂമിയിലുള്ളത് മുഴുവനും? സയഖൂലൂന ഇല്ല, അവർ പറയുന്നു, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറയുന്നു അള്ളാഹുവിന് മാത്രമാണത്. ഖുൽ അഫലാ തതദക്കറൂൻ, അവരോട് ചോദിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കാത്തത്? ഖുൽ, നബിയെ വീണ്ടും അവരോട് ചോദിക്കുക, മൻ റബ്ബുസ് സമാവാതി സബ്ഇ, 7 ആകാശങ്ങളുടെ റബ്ബാരാണ്? വറബ്ബുൽ അർശിൽ അളീം, അതിമഹത്തായ സിംഹാസനത്തിന്റെ റബ്ബാരാണ്? സയഖൂലൂന ലില്ലാ, അതും അള്ളാഹു തന്നെയാണെന്ന് അവര് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ മറുപടി പറയുന്നു. ഖുൽ, നബി അവരോട് പറഞ്ഞേക്കുക, ഫലാ തത്തഖൂൻ, ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് സൂക്ഷ്മത പാലിക്കാത്തത്? ഖുൽ, വീണ്ടും അവരോട് ചോദിക്കുക പ്രവാചകരെ, മൻ ബിയദിഹി മലകൂത്ത് കുല്ലി ഷൈഇൻ, ആരുടെ കയ്യിലാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥാവകാശം, ആധിപത്യം, അധികാരം? വഹുവ യുജീറു വലാ യുജാറു അലൈഹി, അവനാണ് രക്ഷ നൽകുന്നത്, അവനെതിരായിക്കൊണ്ട് രക്ഷ നൽകാൻ ആരുമില്ല. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അത് നിങ്ങൾ പറയണം. സയഖൂലൂന ലില്ലാ, അതിനും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്ന മറുപടി അതും അള്ളാഹുവിന് തന്നെയാണ്. ഇങ്ങനെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിന്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് നിരവധി ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഈ ആയത്തുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യം, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് അവർ അംഗീകരിച്ചിരുന്നു, പ്രപഞ്ചത്തിന്റെ നിയന്താവ് അള്ളാഹുവാണെന്ന് അവർ അംഗീകരിച്ചിരുന്നു, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ് എന്നവർ അംഗീകരിച്ചിരുന്നു, ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിന് മാത്രമാണ് എന്നവർ അംഗീകരിച്ചിരുന്നു. ഇതെല്ലാം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച